നമ്മളെല്ലാവരും ഇന്ന് പോകാൻ പോകുന്നതേ അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ് വരുന്നത്. കോളിച്ചാലിൽ നിന്നും അച്ചൻകല്ല് വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റിലൂടെയാണ്. ഇതാണ് ചുള്ളിത്തട്ട് വെള്ളച്ചാട്ടം. ഞങ്ങൾ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ചുള്ളിത്തട്ട് വാട്ടർഫാൾസിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. നല്ല സ്ഥലമാണ്. സീനറി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. പിന്നെ ഇവിടുന്ന് വണ്ടി കഴുകാനും ഈവനിങ് വൈബാക്കാനൊക്കെ ഇവിടെ വരുന്നത് സൂപ്പർ ആയിരിക്കും. മാലോം കൊന്നക്കാട് അച്ചൻകല്ല് വെള്ളച്ചാട്ടം ഇച്ചിരി കൂടെ ദൂരം പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പോയി വഴി തെറ്റിന്ന് ഉറപ്പായി. ഗൂഗിൾ അമ്മച്ചി നമുക്ക് 8ന്റെ പണിയൊന്നും കേസ് കൊടുക്കണമെന്ന് വരെ നമ്മൾ ചിന്തിച്ചു. കാരണം അത്രയും ചെറിയ വഴിയാട്ടോ. അപ്പോൾ നമ്മൾ ശരിയായ വഴിയിലേക്കാണ് ഇനി പോകുന്നത്. നല്ല കയറ്റമുണ്ട്, നല്ല വലിയ കയറ്റമാണ്. അപ്പോൾ കയറ്റം അങ്ങ് കയറി പോകുമ്പോഴേക്കും അവിടെ ബോർഡ് വന്നു. സൈഡിലൊക്കെ കുഞ്ഞു പൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നല്ല ഫ്രഷ് വാട്ടർ വീട്ടിലേക്കെല്ലാം കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ വണ്ടി ആ പൈപ്പിൻ്റെ മുകളിൽ കയറി ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മളെ സെറ്റാക്കി. നമ്മൾ ആരും ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. പീഹു ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിഹു ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ, എൻ്റെ പൊന്നെ, അവരിങ്ങനെ റബ്ബർ പാലം കുടിച്ച പോലെയാണ്. തുള്ളി കൊണ്ടാണ് എല്ലാവരും ഓട്ടം. പിന്നെ നോക്ക്, ചെറിയ നടപ്പാലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ആദ്യം ഉണ്ടായ സാധനം ഈ നടപ്പാലമായിരുന്നു. അപ്പോൾ ഈ നടപ്പാലത്തിനുള്ള റൂട്ട് മാപ്പൊക്കെ വരച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഏത് ഭാഗത്തെ ഓടണമെന്നറിയില്ല. ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവർ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രോമാഞ്ചിഫിക്കേഷൻ ആണല്ലേ. ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും നല്ല ക്ലൈമറ്റാണ്. മഴയില്ല. ഇത്രയും ദിവസത്തെ കനത്ത മഴ ഒന്ന് ശാന്തമാക്കിയിട്ടുണ്ട്. ആമിമോള് ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ച് നോക്കുകയാണ്. എന്താ ഇത് സംഭവം, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം അവൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും സുന്ദരമായൊരു വെള്ളച്ചാട്ടം ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ. നല്ലൊരു മൊബൈലും ക്യാമറയും ഉണ്ടായിട്ട് എനിക്കൊരു ഉപകാരം ഇല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫോട്ടോ ആരും എടുത്തുന്നില്ല. എനിക്ക് ആരുടെ സഹായവും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയാണ് ഗൈസ്. ഇവിടെ രാവിലെ മുതലേ വന്നിട്ട് കുളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വന്ന് നിൽക്കുകയാണ്. അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം പ്രഷറിൽ താഴേക്ക് വീഴുമ്പോൾ നല്ല ശരീരവേദന ഉണ്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ആ വെള്ളച്ചാട്ടം കാണാൻ തന്നെ എന്ത് രസം. ഞാനിങ്ങനെ സ്ലോ മോയിലൊക്കെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആമിമോള് കുഞ്ഞായത് കൊണ്ടും അവൾക്ക് നേരത്തെ പനിയുള്ളത് കൊണ്ടും അവളെ വെള്ളത്തിലിറക്കാൻ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവളെ പിടിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവളുടെ അമ്മയും അച്ഛനൊക്കെ വെള്ളത്തിൽ പൂണ്ട് വിളയാടുകയാണ് ഗൈസ്. ഇനി നിങ്ങൾക്ക് കപ്പിൾസായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇവിടെ അടിപൊളി സ്ഥലമാണ്. കോടമഞ്ഞ് ഇറങ്ങി എനിക്ക് മര്യാദക്കുള്ള വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും ക്ഷീണിച്ചിരിക്കുക കേട്ടോ വെള്ളത്തിൻ്റെ അടിയിൽ. എന്നാൽ അവർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയ്ക്കും മനോഹരമാണ്, അത്രയ്ക്കും എൻജോയ്മെൻ്റ് ആണ് ഇവിടെ. ഫോട്ടോഗ്രാഫി ഇഷ്ടമായിട്ടുള്ള ഒരാൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ. എൻ്റെ പീഹുമോൾ കിടുകിടാ വരക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പാട്ടോ. തണുപ്പകറ്റാൻ നേരെ തലയും തോർത്ത് താഴേക്ക് വന്നു. വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടും ഡ്രസ്സ് മാറ്റാൻ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടും നമ്മൾ താഴെ വന്ന് ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല ചൂട് ചായയും ബ്രെഡ് ഓംലെറ്റും വാങ്ങിച്ചു. അല്ലെങ്കിലും തട്ടുകടയിൽ ഫുഡിന് ഒടുക്കത്തെ ടേസ്റ്റ് അല്ലേ. അപ്പം നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.